Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തും വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. കാണുമ്പോൾ അറിയാമല്ലോ, തൊലിയൊക്കെ കറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തുള്ള ഏത്തക്കായാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇച്ചിരി പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ ഒന്ന് ആവി കൊള്ളിച്ചിട്ട് വേണം, അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റിയിട്ട് വേണം ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത്തക്കായുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ജീരകമാണ്. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഈ ബാറ്ററിന് നല്ല ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ എപ്പം ഏത്തക്ക ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഒരുമിച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. കുറച്ച് കുറച്ച് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ വേണം പിന്നെയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് വെള്ളം ചേർത്താൽ എല്ലാം കൂടെ കട്ട കെട്ടിക്കിടക്കും. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ പൊടി ഇടുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു ബാറ്ററായിട്ട് എടുക്കണം. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആകാത്ത ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ ഏത്തക്കയെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് എടുക്കട്ടെ. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഓരോ ഏത്തക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഒരു ഏത്തക്ക 2 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏത്തക്ക 4 പീസായിട്ട് മുറിക്കാം. ഇനി ആൾക്കാർ കൂടുതലാണ്, ഏത്തക്ക കുറവൊക്കെ ആണെങ്കിൽ ഏത്തക്ക ഇങ്ങനെ ചരിച്ച് മുറിക്കാറുണ്ട്, എന്നിട്ട് വറുത്തെടുക്കുന്നവരുണ്ട്. അങ്ങനെയും ചെയ്യാം. ആദ്യത്തെ സെറ്റ് ഏത്തക്കാപ്പം 2 വശം നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എനിക്ക് ഏത്തക്കാപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അനിയത്തിയാണ് ഓർമ്മ വരുന്നത്. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. റേമി എന്നവിടെ പേര്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഏത്തക്കാപ്പം. നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും അവൾ കഴിച്ചോളൂ. അപ്പോൾ ഇപ്പം പെട്ടെന്ന് അവളെ ഇങ്ങനെ ഓർമ്മ വന്നു ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പം 4ആയിട്ട് മുറിച്ചിരിക്കുകയാണ്. ഏത്തക്കാപ്പൊക്കെ ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും. ഏത്തക്കാപ്പൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് അതിന്റെ രുചി. നമ്മളിപ്പോൾ കടയിൽ പോയി മേടിച്ചാൽ ബേക്കറികളിലൊക്കെ പ്രത്യേകിച്ചും ചെല്ലുമ്പോൾ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുന്ന ഏത്തക്കാപ്പമാണ് നമുക്ക് കിട്ടുന്നത്. അതിലും നല്ലത് നമുക്കിപ്പോൾ 1 കിലോ ഏത്തക്ക മേടിച്ചാൽ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 2 or 3 ദിവസം നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഏത്തക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഈ ഡിഷ് ഉണ്ടാക്കി നോക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കുകയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള
ഒരു പലഹാരമാണ്. പക്ഷെ ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാറ്ററിൽ ഇതുപോലെ നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കാറില്ല അല്ലെങ്കിൽ ജീരകം ഇടാറില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരുടെയും കമന്റ്സുകൾ, അഭിപ്രായങ്ങൾ ദയവായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.